കോട്ടയം മുണ്ടക്കയത്ത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി കഴുകിയപ്പോൾ നീലനിറം. മുണ്ടക്കയം ഏന്തയാർ സ്വദേശി ബിജു തോമസ് അരി കഴുകിയപ്പോഴാണ് നീലയായത്. കഴുകിയ ശേഷം അരിയും വെള്ളവും നീലനിറത്തിലായി. പഞ്ചായത്ത് അധികൃതർക്ക് ബിജു പരാതി നൽകി. അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ കെ, റേഷൻ അരിയാണ്. റേഷൻ അരിക്ക് നീലനിറം നമ്മൾ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. ഇതെന്ത് പറ്റി? നീലം മുക്കിയ അരിയാണോ? സുജയ, അത് തന്നെയാണ് ഈ ബിജുവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സംഭവിച്ചെന്ന്. ഈ റേഷൻ കടയിൽ പോയപ്പോൾ ഈ അരി മാറ്റി നൽകാമെന്നൊക്കെ അവിടുത്തെ അധികൃതർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ബിജുവിന് അറിയാം. അതിനുവേണ്ടി തന്നെയാണ് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച ചില ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അവർ നൽകിയ കാരണങ്ങൾ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കും. അതായത് വെള്ളത്തിന്റെ ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ ഉപ്പിന്റെയോ അംശം കൂടുതലോ വെള്ളമാണെങ്കിൽ ഇത്തരത്തിൽ കഴുകുമ്പോൾ ഈ ഒരു നിറം മാറ്റം വരാം. അല്ലെങ്കിൽ അരിക്ക് തന്നെ പ്രശ്നമുണ്ടാവും. അതായത് ബാക്ടീരിയ കണ്ടാമിനേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാലാണ് ഇത്തരത്തിലൊരു നിറം മാറ്റം അരിക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒരു നിറമാറ്റം സംഭവിക്കാനുള്ള സാധ്യത എന്നാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോഴും അതൊരു ഉറപ്പിച്ചു പറയുന്നില്ല. ഇത്ര സാധ്യതകൾ മാത്രമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു വിവരം അറിയണമെങ്കിൽ ഈ അരി കൃത്യമായി പരിശോധന നടത്തുക തന്നെ വേണം. എന്തായാലും ഈ അരി ഭക്ഷ്യയോഗ്യമല്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ അരി ഭക്ഷിക്കുന്നത് ശരിയല്ല, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അരി ഭക്ഷ്യയോഗ്യമല്ല എന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ അടക്കം അയച്ചുകൊണ്ട് ഇതിൽ പരിശോധന നടത്തും എന്ന ഒരു സന്ദേശമാണ് എന്തായാലും പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ബിജുവിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതൊരു വലിയ കൗതുകം തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് കഴുകുമ്പോൾ ആ ഒരു വെള്ളത്തിന് നീല നിറമാവുന്നുണ്ട്. അതിനുശേഷം അത് പുറത്തേക്ക് എടുക്കുമ്പോൾ അരിക്കും ഒരു നീല നിറം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിന്റെ സത്യാവസ്ഥ ഈ ഒരു വിശദമായ പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് വ്യക്തത വരൂ. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് അഖിൽ കെ ആണ്.